യോസഫ് ഒരു സ്വപ്നം കണ്ടു. യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. ഓക്കെ, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ സ്വപ്നങ്ങളും എല്ലാവരോടൊന്നും പറയാൻ നാം പാടില്ല. സ്തോത്രം, ഹല്ലേലൂയ. സഹോദരന്മാരായിരുന്നു, പക്ഷെ എന്താ, അപ്പന് പ്രത്യേക ഒരു സ്നേഹമാണ് യോസേഫിനോട്. പണ്ടേ പിണക്ക. സ്തോത്രം. ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതങ്ങ് പൂർത്തിയായെന്ന് പറയുന്നില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ യോസേഫിനെ കൊല്ലുവാനുള്ള പദ്ധതി. യോസേഫ് തന്റെ സ്വപ്നം പറയുകയാണ്, എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. ഓക്കെ, എന്തൊരു സ്വപ്നം! നിവർന്നു നിന്ന് ബാക്കിയുള്ളവരുടെ 11 പേരുടെയും കറ്റ എന്ത് ചെയ്യുക? അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് ഭയങ്കരമായി വിഷമം തോന്നി. സ്തോത്രം. ഞങ്ങളെല്ലാം നിന്റെ മുമ്പിൽ വന്നിങ്ങനെ വണങ്ങുമോ? നീ നിന്നെ തന്നെ എന്താണ് ഇത്രയും അങ്ങ് പൊക്കുന്നതാ എന്നൊക്കെയുള്ള ചോദ്യം വന്നു. യെസ്, അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. സ്തോത്രം. വീണ്ടും അവനെ ദ്വേഷിച്ചു.